നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് 5000 കോടി രൂപ കേന്ദ്രം നൽകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയായപ്പോൾ അതിനെയും തട്ടിത്തെറിപ്പിക്കാനുള്ള, അതിനും അപ്പുറത്തേക്ക് വേണമെന്ന ഒരു പിടിവാശിയാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കോടതിക്ക് പോലും അമ്പരപ്പുളവാക്കിയ ഒരു സംഭവം തന്നെയാണ്. സംസ്ഥാനത്തിന് 5000 കോടി രൂപ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാമെന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. അതിനെ പൂർണ്ണമായും തള്ളുകയാണ് കേരളം ചെയ്യുന്നത്. 5000 അല്ല, അതിന് പകരമായി 10000 രൂപയാണ് തങ്ങൾക്ക് കിട്ടേണ്ടത്. 10000 രൂപയല്ല, 10000 കോടി രൂപയാണ് കിട്ടേണ്ടത്. ഇങ്ങനെയുള്ള ശക്തമായ നിലപാടാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി കേരളത്തിന് അധിക വായ്പ എടുക്കുന്നത് സംബന്ധിച്ച നിലപാട് സുപ്രീം കോടതിയിൽ പറഞ്ഞ് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലായിരുന്നു 5000 കോടി നൽകാമെന്നും അത് അടുത്ത വർഷത്തെ പരിധിയിൽ കുറവ് ചെയ്യുമെന്നും കേന്ദ്രം തന്നെ പറഞ്ഞത്. ഇന്ന് നൽകിയാലും അത് നാളെ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കേരളം ഇപ്പോൾ മുങ്ങുന്നൊരു കപ്പലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കടമെടുത്ത് കഴുത്തറ്റം കടമായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. കടമെടുക്കാതെ പകരം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ, കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ് ചെയ്യേണ്ടത്. അതില്ലാതെ കേന്ദ്രത്തെ പഴിചാരി മുന്നോട്ട് പോകുന്നത് ശരിക്കു പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ഇനി സൃഷ്ടിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി കേരളം വഴി കണ്ടെത്തണമെന്ന നിർദ്ദേശവും കേന്ദ്രം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും അവഗണിച്ചാണ് കേരളം 10000 കോടി രൂപ ഉടൻ തന്നെ കിട്ടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് സംസ്ഥാനത്തിൻ്റെ അവകാശത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണെന്നും അതിനെ ചോദ്യം ചെയ്യുന്നതാണെന്നുമുള്ള രീതിയിലാണ് കേരളം പ്രതികരിക്കുന്നത്. ഉറപ്പായും കേരളത്തിന് ലഭിക്കേണ്ട പണമാണെന്നും അത് നൽകിയേ തീരുവെന്നുമുള്ള പിടിവാശിയാണ് കോടതിയിൽ കാട്ടിയത്. കേന്ദ്രം വാഗ്ദാനം ചെയ്ത പണം വാങ്ങിക്കൂടെ എന്നുള്ള ചോദ്യം കോടതി പോലും കേരളത്തോട് ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ. അതോടെ വിഷയത്തിൽ വിശദമായ വാദം തന്നെ കേൾക്കണമെന്നാണ് കേരളം പറയുന്നത്. ഇതേ നിലപാട് തന്നെയാണ് കേന്ദ്രവും സ്വീകരിച്ചത്. കാരണം കേരളം ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയാൽ അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറുവാദം അത് കേന്ദ്രത്തിന് ഉയർത്താനായി സാധിക്കും. എത്ര രൂപ നൽകിയിട്ടുണ്ടെന്നും നേരത്തെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നൽകിയിട്ടുള്ള വിഹിതവും അതുപോലെ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലും BJP സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എത്ര രൂപയാണ് നൽകിയിട്ടുള്ളതെന്നുള്ള കൃത്യമായ കണക്ക് അത് കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട്. അത് നിരത്തിയായിരിക്കും ഇതിനെ എതിർക്കാനായി പോകുന്നത്. ഇനി വരാനിരിക്കുന്ന 21-ാം തീയതി രാവിലെ 10:00 ഇതേക്കുറിച്ചുള്ള വിശദമായ വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നപരിഹാരത്തിന് അന്ന് തന്നെ ഒരു ഇടക്കാല ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു തീരുമാനം അന്നുണ്ടാകും. ഒന്നുകിൽ കേന്ദ്രം കൂടുതൽ പണം നൽകും, അല്ലെങ്കിൽ കേരളം മിണ്ടാതെ തിരികെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അവകാശപ്പെട്ട കേന്ദ്ര ഫണ്ടുകളാണ് കേരളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വർഷാവസാനം പിടിച്ചു നിൽക്കാനായി മറ്റൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒറ്റത്തവണ രക്ഷാ പാക്കേജാണ് കേരളത്തിന് നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലാണ് 5000 കോടി രൂപ കേന്ദ്രം വാഗ്ദാനം ചെയ്തത്. വായ്പ ആവശ്യം പ്രത്യേക കേസായി പരിഗണിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കേന്ദ്രം രാവിലെ തന്നെ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ സൂര്യകാന്തും KV വിശ്വനാഥനും അടങ്ങിയ ബെഞ്ചാണ് സംസ്ഥാനത്തിന് അനുകൂലമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അധിക വായ്പയെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞപ്പോഴാണ് ഇതിലൊരു നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരാൻ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.